ഹായ് എവരിബഡി, നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയൻ ലോഹി. ദി മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 23. നാളെ മുതൽ ക്രിസ്മസ് അവധിയാണ്. അവധിക്കാലമല്ലേ, വീട് കളിയും ചിരിയും നിറഞ്ഞതാവട്ടെ. അതുകൊണ്ട് അത്യാവശ്യമുള്ള അടുക്കള സാധനങ്ങൾ, പച്ചക്കറികൾ, പിന്നെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി സാന്റാ മാസ്, സാന്റാ ക്യാപ്പ് എല്ലാം വാങ്ങി. അതുപോലെ തന്നെ ക്രിസ്മസ് റീത്തും അവർക്ക് തൂക്കിയിടാൻ വേണ്ടി നക്ഷത്ര വിളക്കും. ക്രിസ്മസ് ട്രീ ഞാൻ നേരത്തെ ആക്കി വെച്ചിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ എൻ്റെ കൊച്ചു ചെങ്ങായിക്കൂട്ടങ്ങൾ അതാ ഓടി വരുന്നു. പ്രിൻസി ആൻറ്റി. ആ വിളിയിൽ ഒരു പദവിയില്ല. അതൊരു സ്നേഹത്തിൻ്റെ പിൻവിളിയായിട്ട് എനിക്ക് തോന്നി. അത് ഒരു വിശ്വാസമായിരുന്നു, എന്നോടുള്ള വിശ്വാസം. ആൻറ്റി, നമുക്ക് ഇന്ന് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാം. നാളെ മുതൽ ലീവല്ലേ, നാളെ പോരെ? ഇല്ല, പോരാ. നാളെ മുതൽ നമുക്ക് ചിലർക്ക് ക്യാമ്പുണ്ട്, ചിലർക്ക് അമ്മ വീട്ടിൽ പോകണം, ചിലർക്ക് ട്യൂഷനുണ്ട്, അങ്ങനെ ഓരോരോ കാരണങ്ങൾ. അപ്പോൾ ഓരോരോ വഴികളുണ്ടെങ്കിൽ ഞാൻ വെച്ച് എന്നാൽ പിന്നെ ഇന്നത്തെ രാത്രി ദൈവം നമുക്കായി ഒരുക്കി വെച്ചതാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ. ഞാൻ രാത്രി തന്നെ പോയി ഒരു ചെറിയ കേക്ക് വാങ്ങി. ചൊവ്വയിലുണ്ടോ ബേക്കറിക്ക് ക്ഷാമം. എൻ്റെ കൃത്യസമയത്ത് തന്നെ എൻ്റെ കൊച്ചുമക്കൾ ഫ്രഷായിട്ട് വന്നു. മേശപ്പുറത്ത് കൊച്ചു കേക്ക് വെച്ചപ്പോൾ ആ കുഞ്ഞി കൈകൾ ചുറ്റും കൂടി കളി ചിരി. ഇതാ എൻ്റെ വീട്ടിൽ സാന്റ എത്തിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ക്രിസ്മസ് എന്നാൽ ഈ വെളിച്ചങ്ങളുടെയോ അലങ്കാരങ്ങളുടെയും കഥ മാത്രമല്ല. വലിയ ആഘോഷങ്ങളിലോ വിലയേറിയ സമ്മാനങ്ങളിലോ ഒതുങ്ങുന്നതല്ല അത് ഹൃദയത്തിലുണ്ടാവുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ശബ്ദമാണ്. എൻ്റെ ചെറിയ ചെറിയ അലങ്കാരങ്ങൾ, കുഞ്ഞുങ്ങളുടെ സന്തോഷം, ആവേശം നിറഞ്ഞ വരവ്, ഒരുമിച്ച് പാടിയ പാട്ടുകൾ, ഡാൻസ്, തമാശകൾ, അവരോടൊപ്പം ഞാനും നന്നായി ആസ്വദിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ക്രിസ്മസ് എന്നാൽ കലണ്ടറിലെ ഒരു ദിവസമല്ല, അത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദിവസമാണ്. അതൊരനുഭവമാണ്. പങ്കിടുമ്പോൾ സ്നേഹം വർദ്ധിക്കുന്നു. അതല്ലേ സത്യം. ഈ ആഘോഷത്തിലും നാം ഓർക്കേണ്ടത് കാലിത്തൊഴുത്തിൽ പറന്ന ദൈവം മനുഷ്യർക്കിടയിൽ വന്നത് ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ശിശുവായിട്ടായിരുന്നു. കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ഈ മഞ്ഞിൽ കുലിച്ച രാത്രിയിൽ ക്രിസ്മസ് കരൾഗാനം പാടി നക്ഷത്ര വിളക്കുകൾ തൂക്കി നടക്കുമ്പോൾ, അതേസമയം അയ്യപ്പനെ കാണാൻ കാൽനടയായി നഗ്നപാതരായി കല്ലും മുള്ളും താണ്ടി നടക്കുന്ന അയ്യപ്പ ഭക്തരെയും നമുക്ക് കാണാം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർപിരിയാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. അതെന്നും അങ്ങനെ ആയിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ, ജോലിസ്ഥലത്ത് സമാധാനത്തിൻ്റെ ദൂതന്മാരാകണം. സ്നേഹത്തിൻ്റെ ഇഴയെടുപ്പമാണ് നമുക്ക് വേണ്ടത്. ക്രിസ്മസ് ജനിക്കുന്നത് സ്നേഹം മൗനമായി പങ്കിടുന്നതിലാണ്. നല്ലൊരു ദിവസവും പ്രതീക്ഷയും പുതുവത്സര ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ.